മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു സ്വഹാബാക്കളോട്, ഒരു മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഭയങ്കര ദാഹം വന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു കിണർ കണ്ടു. ആ കിണറ്റിലിറങ്ങി വെള്ളം മതിവരുവോളം കുടിച്ചു. അങ്ങനെ കുടിച്ച് കരയിലേക്ക് കയറിയ സമയത്ത് തൻ്റെ മുന്നിൽ ഒരു നായ വെള്ളത്തിന് ദാഹിച്ച് അവശനായി നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം വീണ്ടും ആ കിണറ്റിലേക്ക് ഇറങ്ങി തൻ്റെ കാലിലുണ്ടായിരുന്ന ഷൂ ഊരി അതിൽ വെള്ളം നിറച്ച് ആ നായക്ക് കൊടുക്കുകയുണ്ടായി. സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഇങ്ങനെ പറയുകയാണ്, ആ ചെയ്ത പ്രവൃത്തി കണ്ടിട്ട് അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും കരുണയുടെ നോട്ടം നോക്കുകയും ചെയ്തു. അപ്പോൾ സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, നബിയെ, മൃഗങ്ങളിലേക്ക് സഹായം ചെയ്താലും നമുക്ക് കൂലി ഉണ്ടാകുമോ എന്ന് സ്വഹാബാക്കൾ ചോദിച്ചപ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നുണ്ട്, ജീവനുള്ള ഏത് ജീവജാലങ്ങളാകട്ടെ അതിനെല്ലാം വെള്ളം നൽകിയാൽ, മറ്റു ഭക്ഷണം നൽകിയാൽ, മറ്റു ഉപകാരങ്ങൾ ചെയ്തു കൊടുത്താൽ അവനത് കൂലിയാണെന്ന് ഷഫീഉന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഉണർത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അരികിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ മുന്നിൽ കാണപ്പെടുന്ന സഹജീവികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള സഹജീവികൾക്ക് വെള്ളവും ഭക്ഷണവും നാം നൽകാൻ അർഹതപ്പെട്ടതാണ്. കാരണം ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. അതുകൊണ്ട് നമ്മൾ ആ ജീവജാലങ്ങൾക്ക് ഭക്ഷണമായിട്ടും വെള്ളമായിട്ടും നാം കൊടുത്താൽ നമുക്ക് കൂലിയാണ്. ഇപ്പോൾ ആ മരം നട്ട് അതിൽ നിന്ന് ആ വൃക്ഷം വലുതായി പന്തലിച്ച് മാങ്ങ, ഫലപുഷ്ടങ്ങൾ ആ മരങ്ങളിൽ നിന്ന് കായ്ച്ചു വന്ന് അതിൽ നിന്ന് ഭക്ഷിച്ചാൽ അത് സ്വതക്കയാണെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അരികിൽ ഒരു കുപ്പി വെള്ളം ജീവജാലങ്ങൾക്ക്, പക്ഷികൾക്ക്, മൃഗങ്ങൾക്ക് അതൊക്കെ നാം ചെയ്തു കൊടുക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇർഹമു മൻ ഫിൽ അർളി റഹമു മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോടും കരുണ കാണിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കരുണ ഇത് വല്ലാത്തൊരു ആറ്റിറ്റ്യൂഡാണ്, ബിഹേവാണ്. അതുകൊണ്ട് കരുണയുടെ പ്രതീകമായി നാം വളരണം.